ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളി മൃതദേഹം കുഴിച്ചിട്ടെന്ന് വ്യക്തമാക്കിയ ആദ്യ സ്പോട്ടിലെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3 അടി കുഴിച്ച ശേഷം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആയിരുന്നു പിന്നീടുള്ള പരിശോധന. ആദ്യ സ്പോട്ട് മൂടിയിട്ടുണ്ട്. രണ്ടാം സ്പോട്ടിൽ നാളെയാണ് പരിശോധന നടക്കുക. ആദ്യ ദിവസത്തെ മണ്ണുമാറ്റിയുള്ള പരിശോധന ആരംഭിച്ചത് സ്പോട്ട് നമ്പർ 1-ൽ നിന്ന്. നേത്രാവതി സ്നാനഘട്ടത്തോട് ചേർന്നുള്ള പ്രദേശം കുഴിച്ചു പരിശോധിക്കാനായി SIT സംഘം രാവിലെ 11:30 എത്തി. പുത്തൂർ റവന്യൂ വകുപ്പ് AC, ഫോറൻസിക് വിദഗ്ധർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, കുഴിച്ചു പരിശോധിക്കാനുള്ള തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ വലിയൊരു സംഘമാണ് ആദ്യ സ്പോട്ടിലേക്ക് എത്തിയത്. 3 മണിക്കൂർ പരിശോധിച്ചെങ്കിലും കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല. പുഴയോട് ചേർന്ന ഭാഗമായതിനാൽ 3 അടി കുഴിച്ചപ്പോഴേക്കും വെള്ളം ഒഴുകാൻ തുടങ്ങി. ഇടവിട്ടുള്ള മഴയും പരിശോധനയെ സാരമായി ബാധിച്ചു. ഒടുവിൽ DIG MN അനുച്ഛേദ സ്ഥലത്തെത്തി. തുടർ പരിശോധനയ്ക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും ഒന്നും കണ്ടെത്താനായില്ല. പോലീസ് നായയെയും സ്ഥലത്തെത്തിച്ചിരുന്നു. വൈകിട്ട് 6 മണിയോടെ ആദ്യ ദിവസത്തെ പരിശോധന അവസാനിപ്പിച്ചു. ഇന്നത്തെ പരിശോധനയിൽ കാര്യമായൊന്നും കണ്ടെത്താനായില്ലെങ്കിലും സമാന രീതിയിൽ തന്നെ നാളെ രണ്ടാം സ്പോട്ടിൽ പരിശോധന നടത്താനാണ് SITയുടെ തീരുമാനം. ഓരോ നീക്കവും ശുചീകരണ തൊഴിലാളിയെ കൂടി ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല.